അപ്പോൾ ഇന്നത്തെ സൺഡേ ഹോസ്റ്റൽ ലൈഫ് കണ്ടാലോ. ഒരാൾ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി നിൽപ്പുണ്ട്. ഇന്നലെ എന്തോ ഒരു കഷ്ടകാലത്തിന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതിലാണ് അവൾ രാവിലെ തന്നെ കുളിച്ച് നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഞാൻ ഇനി റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഹോസ്റ്റലൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഹോസ്റ്റലല്ല, ഞങ്ങളുടെ റൂം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. ഇതിനു മുമ്പ് കുട്ടിയെ ഒന്ന് ശുദ്ധിയാക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ ഏതമ്പലത്തിൽ പോയാലും വെള്ളം കുടയുന്ന പതിവുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവളുടെ നല്ലൊരു ഡ്രസ്സ് മുഴുവൻ അഴുക്കാക്കിയിട്ടുണ്ട്. അഴുക്ക് മീൻസ് വെള്ളം. കാരണം കുട്ടിക്ക് വെള്ളം അഴുക്ക് പോലെയാണ്, അലർജിയാണ്. വർഷത്തിൽ ഒരിക്കൽ കുളിക്കുന്ന അവളെ ഞാൻ ഇന്ന് കുളിപ്പിച്ചു. ഇങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിന് പുറത്തിറങ്ങി ഇങ്ങനെ അടിവെച്ച് നടക്കുകയാണ്. ആദ്യം പോകുന്നത് നമ്മുടെ മുരുകൻ കോവിലാട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ മുരുകൻ കോവിലുള്ളത്. അപ്പം എന്നും പോകണമെന്ന് വെച്ചു. അപ്പം ഇന്നത് നടന്നു. തിരുവനന്തപുരത്തെ എല്ലാ ട്രാഫിക് റൂൾസും പാലിച്ചു വരുന്ന റേഞ്ച് പോലീസ് ഓഫീസറിൻ്റെ ഭാര്യയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ സ്ത്രീ നിങ്ങൾക്ക്? ഒന്നും പറയാനില്ല. അതെന്താ പറയാനില്ലാത്ത? നാണോ? ഞാൻ ഇൻട്രോവേർട്ടാണോ? ഈ ഫോൺ ഓഫ് ചെയ്യണോ അല്ലയോ? അങ്ങോട്ട് നോക്കൂ, ആ കാണുന്നതാണ് ഞങ്ങളുടെ ബാലമുരുകൻ ടെമ്പിൾ. അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിന് പോകുന്നത്. അപ്പം അതിനകത്ത് കയറിയിട്ട് വരാം. ഈ നിഷ്കളങ്കത വാടി ഉതറുന്ന ഇവൾ ഒരിക്കലും നിഷ്കളങ്കയല്ല സുഹൃത്തുക്കളെ, ഇത് വെറും അഭിനയമാണ്. അപ്പം ഞങ്ങൾ തൊഴുതിട്ട് വരാം. തൊഴുത് കഴിഞ്ഞ് പ്രസാദമൊക്കെ കിട്ടി. ഇനി കുട്ടി പ്രസാദം തൊടുക. എടി എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സ്വന്തമായി തന്നെ തൊട്ട് തൃപ്തി അടയുന്ന കുട്ടിയാണ് എൻ്റെ കുട്ടി. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഗാന്ധാരി അമ്മൻ കോവിലിലേക്ക് പോകാൻ തീരുമാനിച്ചു. നോക്കൂ, ആ കയറ്റം കയറി അങ്ങ് നടന്നു പോകണം. എവിടോട്ടാ? ഗാന്ധാരി അമ്മനിലോട്ട്. അങ്ങനെ ഞങ്ങളുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, ഗാന്ധാരി അമ്മൻ കോവിൽ. ഇവിടെയും ഞങ്ങൾ എന്നേ വരണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നു. ഇതൊരു തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമിഴ്നാട്ടിലെ കോവിൽസൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ഇതിനുള്ളിലോട്ട് പോയിട്ട് വരാം. ഉള്ളിൽ കാണാൻ ഞങ്ങൾ എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. ഗാന്ധാരി അമ്മൻ അടിപൊളി സ്പോട്ടാണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നല്ല നല്ല ആചാരങ്ങളൊക്കെയുള്ള, അതിൻ്റെ ഉള്ളിലെ ഓരോ വിഗ്രഹങ്ങളും നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഗാന്ധാരി അമ്മ മാത്രമല്ല, കുറേ ഹനുമാൻ ഉൾപ്പെടെ കാലഭൈരവം വരെ ഉണ്ട് ഇവിടെ. കണ്ണീർ കൈവശമൊക്കെ മാറുമെന്നാണ് തിരുമേനി ഞങ്ങളോട് പറഞ്ഞത്. നല്ലൊരു തിരുമേനിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ആറ്റുകാൽ ദേവി ടെമ്പിളിലാണ് കേട്ടോ. ഞങ്ങളങ്ങനെ നടന്ന് പുളിമൂട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈസ്റ്റ് ഫോർട്ടിലോട്ടുള്ള ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റ് ഫോർട്ടിലോട്ട് നമ്മുടെ പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് 10 രൂപ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ആറ്റുകാൽ അമ്പലത്തിലോട്ടുള്ള ബസ് കയറണം. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അവളുടെ ചിരി കണ്ടറിയില്ലേ, ബസ് എങ്ങും കാണുന്നില്ലെന്നും. ഇപ്പോൾ ഒരു ബസ് വരും, ഞങ്ങളതിനകത്ത് കയറി പോകുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നെക്സ്റ്റ് ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ കിട്ടി കേട്ടോ. ആറ്റുകാലോട്ടുള്ള ബസ്സാണിത്. നല്ല ചേട്ടനായിരുന്നു, എറണാകുളക്കാരനാണ്. അപ്പം നമ്മുടെ വേറെ നാട്ടുകാരെ കാണുമ്പോഴുള്ള സന്തോഷം ചേട്ടൻ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ബസ്സിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടതാണ്. കാരണമെന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് എത്തിയിട്ടും ഇറങ്ങിയില്ല. അതുകൊണ്ട് കണ്ടക്ടർ പറഞ്ഞു, മക്കളെ ഇനി സ്റ്റോപ്പില്ല, ഇറങ്ങിക്കോളാൻ. ഈ ബസ്സിൽ ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇറങ്ങി കേട്ടോ. കാരണം ഒരുപാട് പേര് ആറ്റുകാൽ ഇറങ്ങാനുണ്ടായത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു സുഹൃത്തുക്കളെ. ഭയങ്കര തിരക്കാണ്. നാളെയാണ് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിൽ കൊടി കയറുന്ന ദിവസം. അതുകൊണ്ട് ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ ഈ പൊങ്കാലയ്ക്ക് മുമ്പ് കുറേ പേര് വന്ന് തൊഴുതിട്ട് പോകും. പൊങ്കാലയുടെ അന്ന് ഭയങ്കര തിരക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് തൊഴാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ തൊഴുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്നും തിരക്കാണെന്ന് എല്ലാവരും പറഞ്ഞത് കേട്ടോ. ഇനി ക്യൂവിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഇവളെ കൊണ്ട് ഞാൻ ക്യൂവിൽ നിർത്തിക്കൊണ്ട് വരികയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് തല കറങ്ങുന്നു. ഞാനിപ്പോൾ വീഴുവേ, ഞാൻ തളർന്ന് വീണാൽ നീ ആംബുലൻസ് വിളിക്കണേ, എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യേ എന്ന് പറയുന്ന ഒരു മാരണത്തെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നാളെ ഇവിടെ ഉത്സവം തുടങ്ങുകയായതുകൊണ്ട് ഒടുക്കത്തെ തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ചെരുപ്പ് എടുക്കാനായിട്ട് പോവുക. ഇവിടെ ഏറ്റവും വലിയ ആവലാതി എന്താണെന്നറിയാമോ? നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും കൊണ്ടുപോയി കാണുമോയെന്ന്. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ ചെരുപ്പ് നമുക്ക് എടുത്തുകൊണ്ട് പോകാം, നല്ല സൈസ് നോക്കി എടുക്കണമെന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ അവളെ എഗ്രി ചെയ്തു. ഞാൻ വിചാരിച്ചില്ലേ ഇവളിങ്ങനെയാണെന്ന്. ഓക്കെ. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ ബസ് കയറി വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. ഇതല്ല ഞങ്ങളുടെ സ്വന്തം ഹോസ്റ്റൽ. ഇവളുടെ വാക്ക് കേട്ട് ആറ്റുകാലിൽ നിന്ന് ഈസ്റ്റ് ഫോർട്ടിൽ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഞങ്ങളുടെ തമ്പാനൂർ വരെ പെട്ടെന്നെത്തും. എടീ 2 മിനിറ്റ് 2 സെക്കൻഡേ ഉള്ളെന്ന് പറഞ്ഞ് എന്നെ നടത്തിച്ചത് അവൾ 1/2 മണിക്കൂറാണ്. എല്ലാം അറിയാമെന്നുള്ള ധാരണ
തെറ്റ് സുഹൃത്തുക്കളെ ഇവിടെ ഇപ്പം. അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്.